എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് മത്സരത്തിന് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു റെസ്പോൺസ്? വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ്. നമ്മള് ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് നമ്മുടെ അനൗൺസ്മെന്റ്, അതായത് അരുവിക്കരയിലെ മണ്ഡലത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അനൗൺസ് ചെയ്തതെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണം. അപ്പം തീർച്ചയായിട്ടും ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. അതായത് LDF UDF മത്സരം മാത്രം നടന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോ NDA ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അത് എത്രത്തോളം ഒരു എന്താണ് മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്നത് പോലെ? ഇപ്പൊ അങ്ങനെ LDF UDF എന്നുള്ള ഒരു രീതി ഇല്ലല്ലോ. ഇപ്പൊ അവര് ഒന്നല്ലോ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവരൊന്നാണ്. കേരളത്തിനകത്ത് ഇവര് രണ്ടായിട്ട് നിന്ന് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം LDF UDF എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അവരൊന്നാണ്. നമ്മളാണ് ഇപ്പൊ അവരൊന്നും നമ്മൾ സെപ്പറേറ്റും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, വികസനം മുന്നോട്ട് വെച്ച് മുന്നിൽ പോകുന്ന ഒരു പാർട്ടിയും കൂടിയാണ്. നമ്മള് കേരളം വിട്ട് ബാക്കി ഏത് സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാലും അറിയാം നമ്മുടെ വികസനം ഏതൊക്കെ രീതിയിലാണ് അവിടെ പ്രകടമായിട്ടുള്ളത് എന്നുള്ളത്. കേരളം മാത്രമാണ് ഇന്നും വികസനം തൊട്ട് തിണ്ടാതെ കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇത് ശരിക്കും ഒരു എന്താ പറയുക അവസരോചിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിലും അതേപോലെ നമ്മളെ പല മണ്ഡലങ്ങളിലും ഇതുപോലുള്ള സമഗ്രമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ ഇനി ജനങ്ങളാണ്. തീർച്ചയായിട്ടും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രഭാവം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡീൽ ആരോപണം അരുവിക്കരയിലുണ്ട്. പക്ഷെ അത് ഈ ഞാൻ പറഞ്ഞ പോലെ ഇടതും വലുതും തമ്മിലുള്ള ഡീൽ ആരോപണമാണ് അരുവിക്കരയിലുള്ളത്.